സി കെ വിജയൻ, കണ്ണൂർ എവിടെയാണ് ഉള്ളത്? അവിടെ മഴ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഇത് ഇരിട്ടിക്ക് അപ്പുറത്ത് പേരട്ടക്കടുത്തുള്ള തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിശക്തമായ രീതിയിൽ വെള്ളം ഒഴുകി വരികയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ തോടിന്റെ പരിസരത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സാധാരണ രീതിയിൽ ഇതിൽ വളരെ നാമമാത്രമായ രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ വീടിന്റെ പരിസരത്തെ മതിലുകൾ തകർന്നത്. വെള്ളം എത്രമാത്രം ശക്തമായി ഒഴുകിയിട്ടുണ്ട് എന്നതിന്റെ തെളിവായി ഈ ചെടികളും എല്ലാം തന്നെ ആടി ഒഴിഞ്ഞതും മറ്റും കാണാം. ശരിക്കും എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട് നിറഞ്ഞൊഴുകിയിട്ട് നമ്മൾ കണ്ടത്. എവിടെ ഉരുള് പൊട്ടിയത് എവിടെയാണെന്ന് നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ മതിലില്ലേ, മതിൽ പൊളിഞ്ഞ് ഇവിടെ കിടന്ന വീടുകളിലെല്ലാം വെള്ളം കയറി. വെള്ളം എന്ന് പറഞ്ഞാൽ റൂമുകളിലെല്ലാം മൊത്തത്തിൽ വെള്ളം കയറി. അപ്പോൾ ആ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ വന്നു, പിന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാ സാധനങ്ങളെല്ലാം മാറ്റി. പിന്നെ കുറേ ആൾ നല്ല ഓരോരോ സേഫ്റ്റി ഉള്ള സ്ഥലത്തേക്ക് വിട്ടു. ഇപ്പം വീടുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ കാണുമ്പോൾ ഇതിലെല്ലാം നിറഞ്ഞ് വെള്ളം ഒഴുകി എല്ലാവരുടെയും വീട്ടിൽ വെള്ളം കയറി. നമ്മളെല്ലാം ഓരോ സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചിട്ട് പൊക്കത്തിലെടുത്ത് വെച്ചിട്ട് നമ്മളും ഇവിടുന്ന് ഒഴിവാക്കുക ചെയ്ത. സാധാരണ ഇതിനു മുമ്പ് ഇവിടെ വെള്ളം കയറി പണ്ട് 2018 ഒരു വെള്ളം കയറിയായിരുന്നു. അത് ഇത്രയും കയറിയില്ല. ഇത്രയും കയറിയില്ല. 2018 കയറിയതിനേക്കാളും കൂടുതൽ കയറി. ഇന്നിപ്പം ഇവിടെ എല്ലായിടത്തും തന്നെ വെള്ളം കയറി. ഉണ്ട്. അവിടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തൊട്ടിപ്പാലം മദ്രസയിൽ ക്യാമ്പ് തുടങ്ങി. ആൾക്കാരെ പരുന്ന ആൾക്കാരെ ഇവിടുന്ന് മാറ്റി. അവിടെ സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ അരി സാധനങ്ങളെല്ലാം നനഞ്ഞു വീഴുന്നുണ്ട്. എല്ലാം മാറ്റി ഇവിടെ മദ്രസയുടെ ഇതാക്കിയിട്ടുണ്ട്. ആൾക്കാർ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ? നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വീടുകൾ കാണുന്നുണ്ട്. എല്ലാം താമസിക്കാറില്ല. ക്വാർട്ടേഴ്സ് പോയി താമസിക്കുന്ന ആൾക്കാർ ഇവിടെ വാടകയ്ക്ക് വാടക. വലിയ ജനവാസമുള്ള മേഖലയാണ്. നല്ലപോലെ ജനങ്ങളുള്ള സ്ഥലം. പിന്നെ ഇതെല്ലാം വാടക കോട്ടേഴ്സാണ്. മൊത്തത്തിൽ വെള്ളം എല്ലാ വീടിൻ്റെ റൂമുകളിൽ, അതായത് പിന്നെ റൂമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് മൊത്തത്തിൽ വെള്ളമാണ്. ദുരന്ത നിവാരണ സംഘത്തിലെ ആൾക്കാർക്ക് വന്നു. എങ്ങനെ? ദുരന്ത നിവാരണ വന്നു. അവർ വന്നു പോയി. അത് വന്നിട്ട് നാട്ടുകാരെല്ലാം എല്ലാം മാറ്റിയായിരുന്നു എല്ലാവരും. ആൾക്കാരെല്ലാം എത്ര സമയം ഒരു 2 മണിക്കൂർ. ശക്തമായി സൗണ്ടോ മറ്റും ഉണ്ടായോ? ഇല്ല, അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് വെള്ളം ഉയർന്ന് കാണുക. മോത്തി, അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. ഇതിൽ എവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല. ഈ തോടിലൂടെ വെള്ളം അതിശക്തമായി കുത്തി ഒഴുകി വന്നതാണ് ഇവർ ആദ്യമായി കാണുന്നത്. അതോടുകൂടി തന്നെ ആൾക്കാരെല്ലാം തന്നെ വീടുകളിൽ നിന്നുള്ള സാധനങ്ങളും മറ്റും മാറ്റാൻ തുടങ്ങി. ഈ പരിസരത്തുള്ള ഏതാണ്ട് എല്ലാ വീടുകളിലും വെള്ളം കയറി എന്നാണ് പറയുന്നത്. നമ്മൾ അല്പസമയം മുൻപ് കണ്ടിരുന്ന വീടുകളിലും എല്ലാം തന്നെ വീടിന്റെ അകത്തേക്ക് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഈ തോട് വഴി ആണ് ഈ സ്ഥലത്ത് നിന്നും ഉരുൾപൊട്ടി വെള്ളം വന്നത്. ഈ തോടിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ വെള്ളമായപ്പോഴേക്കും ഇതിന്റെ പരിസരങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം കയറി. ഈ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലാകും എത്രമാത്രം ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും ഈ തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഈ പേരട്ടക്കടുത്തുള്ള സ്ഥലത്തെ 400-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. വലിയ ജനവാസ മേഖലയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ നാശനഷ്ടത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ ക്യാമ്പുകളിലേക്കും മറ്റും ആൾക്കാരെ മാറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. മോത്തി, ശരി. സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ഉളിക്കൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി.